ഹലോ എവരിബഡി, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നൊരു സീരീസ് തുടങ്ങാൻ പോവുകയാണ്. ട്രെയിലർ എന്നാണ് സീരീസിൻ്റെ പേര്. എന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ നമ്മൾ ട്രെയിലറിൻ്റെ ടെക്സ്ചർ പാക്കൊക്കെ ഇട്ടുകൊണ്ടാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് ഈ ട്രെയിലർ തന്നെ പേരിട്ടത്. നമ്മൾ ഹൈഡ് ബട്ടൺ ഇട്ടിട്ടുണ്ട്, ബട്ട് എന്തുകൊണ്ടോ ഒരു കാരണവശാൽ ഹൈഡ് ബട്ടൺ കാണുന്നില്ല ഗൈസ്. എന്തുവാന്നാവും. ഞാൻ ബെഡൊക്കെ ഉണ്ടാക്കി അതൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നു, ബട്ട് വീഡിയോ സെറ്റ്. ഇപ്പം നമ്മൾ കുറച്ച് ഫുഡ് ഒപ്പിക്കാണ്. പാമ്പോ ഒരു താകെ ഒറ്റ പാമ്പുള്ളൂ, ബാക്കിയൊന്നും ഞാൻ എടുക്കണില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ പരിപാടി ഇവിടുന്ന് ജംഗിളിൽ നിന്നാണ് മാറണം. അടുത്ത എപ്പിസോഡിലേക്ക് വരും. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരു ഷെൽട്ടർ സെറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ 2-3 ദിവസം 2 എപ്പിസോഡ് ഒക്കെ ജീവിക്കണമെങ്കിൽ ഒരു ഷെൽട്ടറൊക്കെ വേണ്ടേ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫുള്ളൊന്നുമല്ല, ഹോ വെച്ച് ബാക്കി എല്ലാ സ്റ്റോൺ ടൂൾസ് വേണം. പിന്നെ നമ്മളെ ഇതും വേണം ഗൈസ്, എന്താ പറയുക, ആക്സും ഹോയും വെച്ച് നമുക്ക് കിട്ടേണ്ട അയൺ വെച്ചിട്ട് നമുക്കൊരു അയൺ ടൂൾസും സെറ്റാക്കണം. ആർമർ അടുത്ത എപ്പിസോഡിലേക്കാരം. നമ്മൾ സ്റ്റാർട്ടർ വേസ് ഒന്നും ഇപ്പോൾ തന്നെ കയറി ചെയ്യുന്നില്ല. സ്റ്റാർട്ടർ ഹൗസിൻ്റെ ഒരു ഐഡിയ കിട്ടുമ്പോൾ നമ്മളത് ചെയ്യും. പിന്നെ ചെറിയ സ്റ്റാർട്ടർ ഹൗസൊക്കെ വെക്കാൻ കഴിയുള്ളൂ, കാരണം നമ്മൾ ഒറ്റക്കല്ലേ, മൾട്ടിപ്ലെയർ സീരീസ് അല്ലേ. എനിക്ക് അത്ര ക്രിയേറ്റിവിറ്റി ഒന്നുമില്ല. ചിലപ്പോൾ ഞാൻ ഒരു പെട്ടിക്കൂട് ഉണ്ടാക്കി വെക്കും, പറയാൻ പറ്റൂല കൈ. അത് തന്നെ നമുക്ക് ഷെൽട്ടർ ഉണ്ടാക്കുമ്പോൾ ഈ മരൻ്റെ സൈഡിൽ ഉണ്ടാക്കാനാണ് പ്ലാൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് മരം കൊണ്ടുപോകാം ഗൈസ്. അവിടെ എത്തിയാൽ ചിലപ്പോൾ നൈറ്റായാൽ പിന്നെ ഇറങ്ങാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. തൽക്കാലത്തിന് ഇങ്ങനെ കൊണ്ട് നേരെ കുഴിച്ചിട്ട് ഒരു ഡോറ് വെച്ചാൽ നമ്മൾ ഷെൽട്ടർ സെറ്റായി. പിന്നെ ഒന്നും പറ്റില്ല. ഇപ്പോൾ ഡോറില്ല, ട്രാപ്പ് ഡോറുണ്ട്. റിച്ച് ഡോറാണ് ഗൈസ് ട്രാപ്പ് ഡോർ എന്ന് പറയുമ്പോൾ. ജംഗിളിൻ്റെ സാപ്ലിങ്ങും പറ്റിൻ്റെ എല്ലാ സാപ്ലിങ്ങും കൊടുത്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാൻ. കാരണം ഇതിൻ്റെ ചലഞ്ച് പറയുമ്പോൾ മാക്സിമം ഫുൾ ഐറ്റംസ് നമുക്ക് ഒപ്പിക്കണം. സ്ലോ ആയിക്കാരും ഈ സീരീസ് സ്പീഡ് റണ്ണൊന്നുമല്ല. ജസ്റ്റ് തന്നെ നമ്മൾ ബെഡ് വെക്കാനൊരു സ്ഥലം റെഡിയാക്കിയിട്ട് അതൊക്കെ നൈറ്റായി നമുക്കൊന്ന് ഫസ്റ്റ് ഡേ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് ഹൈ പന്നി, ഗുഡ് മോർണിംഗ്. നിങ്ങളെല്ലാട്ടും വിളിച്ച് ഗൈസ്, നിങ്ങളെല്ലാം വിളിച്ച് ഞാൻ പുറത്തുള്ള പന്നിയെ വിളിച്ചു ഗൈസ്. പുറത്തുള്ള പന്നി നമുക്ക് ഫുൾ വുഡ് നമുക്ക് പ്ലാങ്ക് ആക്കാം. പ്ലാങ്ക് കുറച്ച് സ്റ്റിക്കാക്കാം, എന്നിട്ട് നമുക്ക് സ്റ്റോൺ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ഗോൾ കംപ്ലീറ്റ് ആവും, സ്റ്റോൺ ടൂൾസൊക്കെ അപ്ഗ്രേഡ് ആയ. ഒരു ഷവൽ ആവശ്യമില്ല, എന്നാലും ഒരു ടൂൾസിൽ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നു. ഹോ വെച്ച് ബാക്കി എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഹോപ്പ് ആവശ്യമില്ല. നമ്മളേതായാലും ഇവിടുന്ന് പെട്ടെന്ന് തന്നെ സ്ഥലം കാലിയാക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊണ്ട് ശ്രദ്ധിക്കാത്ത ഗൈസ്. അടുത്ത എപ്പിസോഡ് മിക്കവാറും ഒന്നിരിക്കുക ലെസ്പ്ലേ, അല്ലെങ്കിൽ ഞാൻ മരം വെട്ടാൻ പോയതാണ് ഗൈസ്. നേരെ ഒരു കുഴി ചാടി. ഞാൻ വിചാരിച്ച് വടിയാവുന്നതാണ് വിചാരിച്ചത്. വടി ഇറങ്ങി നോക്കിയപ്പോൾ കുറച്ച് അയം കണ്ട് ഗൈസ്. അപ്പത്തിന് നമ്മൾ ഒന്നും നോക്കില്ല, നേരെ ഇറങ്ങി പിക്കാക്സ് വെട്ടൽ തുടങ്ങി ഗൈസ്. എന്ത് അയൻ ഗൈസ്, ഈ പൊട്ടന് ബുദ്ധിയില്ലേ. ഇതാണ് എന്നെ തന്നെ ബുദ്ധിയില്ല എന്ന് പറയേണ്ട ആൾക്ക്, സ്വയം ബുദ്ധിയില്ല എന്ന് പറയേണ്ട ആളെങ്കിലും നിങ്ങൾ കണ്ടുക്കണോ ഗൈസ്. ഇതാണ് നമ്മളെ തത്ത. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് തന്ന ടാസ്ക് എന്താ വെച്ചാൽ തത്തക്കൊരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. പിന്നെ ബേസ് എങ്ങനെ വേണമെന്ന്, മിഡീവൽ സ്റ്റൈലാണോ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക അതേമാതിരി ഒരു സ്മോൾ സ്റ്റാർട്ടർ ഹൗസ് ആണോ, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, അണ്ടർഗ്രൗണ്ട് ഞാൻ പറഞ്ഞു. അണ്ടർഗ്രൗണ്ട് അങ്ങനെ ഇപ്പോൾ
എന്നിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ വേണം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ മുമ്പാവായി സ്പേസ് എവിടെയെന്ന് മാത്രം അറിയില്ല. കോർഡിനേറ്റ്സ് ആണെങ്കിൽ നോക്കി വെച്ചിട്ടില്ല. ഇവിടെ കോൾ കാണുന്നുണ്ട്, ബട്ട് ഞാൻ അത് എടുക്കുന്നില്ല. ഇപ്പം ആ കോളിന് അത്യാവശ്യമൊന്നും ഇല്ല. ഇവിടെ കോൾ ഉണ്ടായിട്ട് ഞാൻ ഒരു മണ്ടത്തരം കാട്ടിയെന്ന് വെച്ചാൽ ഉള്ള വുഡ് മൊത്തം ഞാൻ പ്ലാങ്ക് ആക്കിയാണ്ട് അത് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ച ഗൈസ്. അതിന് ഞാൻ വോയിസ് ഓവർ ചെയ്യാണ്, അതാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞ്. വോയിസ് ഓവർ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയില്ല, ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. വോയിസ് ഓവർ ചെയ്യാൻ 5-6 പ്രാവശ്യം വോയിസ് ഓവർ ചെയ്തപ്പോഴാണ് ഒരു വീഡിയോ ആയി കിട്ടിയത്. അതിനുള്ള ലൈക്കും സപ്പോർട്ടും നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒക്കെ തരും അല്ലേ ഗൈസ്. നമ്മൾ ബേസ് കണ്ടുപിടിച്ചിട്ടുണ്ട് -342 96 41. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ CD ഡിസ്ക്രിപ്ഷനിൽ തരാം. നിങ്ങൾക്ക് എൻ്റെ ഒപ്പം കൂടെ കളിക്കണമെങ്കിൽ നിങ്ങൾ കളിച്ചോളൂ. കോർഡിനേറ്റ്സ് ഓണൊക്കെ ആണ്ട് തന്നെ ആയിക്കാരം. നിങ്ങൾക്ക് ആവശ്യമുള്ള കോർഡിനേറ്റ്സ് അതിൽ നോക്കിയെടുത്താൽ മതി. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ മറന്നു. ഒരു പാമ്പുണ്ട് കഴിച്ചാൽ അതിന് സ്റ്റിക്കാക്കണ്ട വെച്ചിട്ട് അപ്പം തന്നെ അവിടെ നട്ടിട്ടുണ്ട്. ഈ ഹാർഡ് കോർ അടുത്ത സീരീസ് എന്തുവാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഹാർഡ് കോർ വേണോ, 1 ബ്ലോക്ക് വേണോ, സ്കൈ ബ്ലോക്ക് വേണോ, ഇങ്ങനെയൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മോഡ്സ് വീഡിയോസൊക്കെ ഇതിലുണ്ടാവും, നിങ്ങൾ ആരും പേടിക്കണ്ട. കൂടുതൽ മൈൻക്രാഫ്റ്റേക്കാരം, പിന്നെ പല ഗെയിമുകളും ഉണ്ട് ഇഷ്ടപ്പെട്ട ഗെയിമുകൾ. അതൊന്നും ഞാൻ നേരിട്ട് വീഡിയോ ഇടില്ല, ഞാൻ ഇങ്ങനെ ഫ്രീ ആകുമ്പോൾ ഇങ്ങനെ കളിക്കലുള്ളൂ. ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് വേണം, പിന്നെ ഒരു ഫർണസ് ഉണ്ടാക്കാനുള്ളത്. അത് തന്നെ കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം. ടോർച്ച് ഉണ്ടാക്കിയിട്ട് വലിയ ഉപകാരമൊന്നുമില്ല, എന്നാലും ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രം. എന്നിട്ട് ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കി അത് ഞാൻ അവിടെ വെച്ച് ഈ ഫർണസും കൂടി അവിടെ വെച്ചാൽ നമ്മളെ ഷെൽട്ടറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 2 ടാസ്കും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളെ 3ാമത്തെ ടാസ്കായ അയൺ ടൂൾസാണ് ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ തത്തനെ തപ്പി ഇറങ്ങിയതാണ്. തത്തനെ കിട്ടി, തത്തനെ അവിടെ ഇരുത്തി ഗൈസ്. എണീപ്പിച്ച് ബേസിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം. ബേസ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു തട്ടിക്കൂട്ടി സെറ്റപ്പ്. പിന്നെ ഈ തത്തനെ ഈറെ പിടിച്ചാണ് കാര്യം. ഒന്നാമത്തെ കാര്യം വെറുതെ ഒച്ച ഉണ്ടാക്കി പേടിപ്പിച്ചു. 2ാമത്തെ കാര്യം എന്ന് വെച്ചാൽ തത്ത മേത്തിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ കുറച്ച് പണിയാണ്. തത്തേ ഇറങ്ങ്, തത്തേക്കാരനായി പോയി ഗൈസ്. 5 സെറ്റായി, 6 ഇത് നോക്കിയെന്നാൽ നമ്മളെ സമയം പോകുന്നു മാത്രമല്ല വീഡിയോൻ്റെ ലെങ്ത്തും കൂടും. അപ്പം നമുക്ക് മൊത്തം മെൽറ്റ് ആവട്ടെ. അപ്പോഴത്തേനും നമുക്ക് ടൂൾസ് ഉണ്ടാക്കാൻ വുഡുണ്ടാ ഇല്ല ഗൈസ്. ഞാൻ മാക്സിമം ഈ തത്തനെ ഇറക്കാൻ നോക്കട്ടെ. ഫുഡ് നമ്മളടുത്ത് ആവശ്യത്തിൽ കൂടുതലുണ്ട്. മെലൺ ജംഗിളിലുള്ള ആകെ ഉപകാരം ഇതാണ് ഗൈസ്, മെലൺ എന്നുവെച്ചാൽ ഫുഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലക്ഷറി ഡോർ വെക്കാൻ പോവാണ് ഗൈസ്. ഇനി 2 ഡോറൊക്കെ മാറ്റി ലക്ഷറി സാധനം. ഞാൻ ആദ്യം ബെഡിൻ്റെ അവിടെ ട്രാപ്പ് ഡോർ വെക്കാനാണ് തീരുമാനം. 2 ട്രാപ്പ് ഡോർ നേരത്തെ ഉണ്ടാക്കി നമ്മളെ ലക്ഷറി മൂഞ്ചലും കഞ്ഞിയുമാ. കാരണം മൂഞ്ചലായി ഗൈസ്. കാരണം അവിടെ വെക്കാൻ പറ്റണില്ല, അവിടെ മാറ്റിയാണ് നമുക്കൊരു പ്ലാങ്ക് വെക്കാം. അവിടെ നമുക്ക് തൽക്കാലത്തിന് അവിടെ പ്ലാങ്ക് വെച്ചു. ഇങ്ങനെ വെച്ചാൽ അവിടെയൊക്കെ തുറക്കാൻ പറ്റില്ല ഗൈസ്.
വോയിസ് ഓവർ ചെയ്യുകയാണ്, അതുകൊണ്ട് ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വെച്ചാൽ റിപ്പർ റെഡിയായി ഗൈസ്. ഇതിനാണ് നമ്മൾ കാത്തിരുന്നത്. ഷെൽട്ടർ ഒന്ന് മോഡിഫൈ ചെയ്താണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇപ്പോൾ എല്ലാ അയണും ആയിട്ടുണ്ട്. ടൂൾസാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. നമ്മളെടുത്ത് വുഡ് ആദ്യം നമുക്ക് ബക്കറ്റ് ഉണ്ടാക്കാം ഗൈസ്. ആ ബക്കറ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഫുൾ അയൺ ടൂൾസ് ആവേന്. ബക്കറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യം വന്നു, ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് വുഡില്ല എന്നുള്ള സത്യം അറിഞ്ഞിട്ട് നമ്മൾ വുഡ് വെട്ടാൻ വേണ്ടി നേരെ ഇറങ്ങിയതാണ്. തത്തയോടെ കഴിച്ച് നമ്മളെ മേത്തിപ്പോൾ തത്തയില്ല. തത്തപ്പോൾ തത്തനെ കണ്ട് കഴിച്ച് മരത്തുമ്മ കയറിക്കുക. ആവശ്യം ഉണ്ടാകുമ്പോൾ അവിടെ ഇരിക്കുന്നു. കുറച്ച് താങ്കൾ ചെയ്ത ശിക്ഷയ്ക്ക് 10 ദിവസം പുറത്ത് കിടക്കൂ. നമ്മളെടുത്ത് ഈ വുഡ് മതിയാവേക്കാരം. 5 വുഡേ കളക്ട് ചെയ്തിട്ടുള്ളൂ. നമുക്കത് മൊത്തം ബ്ലാങ്ക് ആക്കുക. ഈ പൊട്ടനെത്താൻ നോക്കുന്നത് അതെല്ലാം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ അയൺ ടൂൾസ് ഉണ്ടാക്കാൻ നോക്കുകയാണ് ഗൈസ്. സ്റ്റിക്കില്ലാതെ അയൺ ടൂൾസ് ഇങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഒരു സോഡും പിക്കാക്സും പിന്നെ ആക്സ് ഉണ്ടാക്കാനില്ല ഗൈസ്. അപ്പം നമുക്കൊരു ശവലും കൂടി ഉണ്ടാക്കാം ഗൈസ്. പിന്നെ ഒരു ശീലോ ഗിവ് അവേസ് ഒക്കെ ഉണ്ടാവും. ഒക്കെ നമുക്ക് സെറ്റാക്കാം. ഗിവ് അവേ ഫസ്റ്റ് തന്നെ ഞാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്രോ പറയാം ഗൈസ്. അയൺ ആർമർ ആയിട്ടുണ്ട് ടൂൾസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ